പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ അനാസ്ഥ മൂലം 9 വയസ്സുകാരുടെ കൈ മുറിച്ച് മാറ്റിയതിൽ നീതി ലഭിച്ചില്ലെന്ന് കുടുംബം. ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലെന്നും നിയമപോരാട്ടം തുടരുമെന്നും കുട്ടിയുടെ മുത്തശ്ശി. ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. നമ്മൾ ഇതുവരെ ഡോക്ടർമാരാരും അന്വേഷിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നടപടികളിലേക്കൊന്നും വന്നുമില്ല. കുട്ടിക്ക് ചികിത്സ മൂലം ഒരുപാട് കഷ്ടത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പരാതിയിൽ തന്നെ പോകും. ഞങ്ങൾക്ക് കുട്ടീൻ്റെ കൈ നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് അതിൽ കേസിൽ തന്നെ കൂടെ പോകും. ഞങ്ങൾ കേസ് ചെയ്യാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഡോക്ടർമാർക്കെതിരെ കൃത്യമായ നടപടി വേണം. പിന്നെ കുട്ടീൻ്റെ കൈ പോയി ഇവർ കൈ തരുമോ തരില്ലല്ലോ. അപ്പം ഞങ്ങൾ കുട്ടീൻ്റെ കൈ പോയതിന് ഞങ്ങൾ നടപടി കൂടി തന്നെ പോകും. അജിത് ബാബു പാലക്കാട് നിന്ന് ചേരുകയാണ്. അജിത്ത്, ഇക്കാര്യങ്ങളിൽ വലിയ രീതിയിൽ ദുരിതത്തിലാണ് ആ കുടുംബം. 1 മാസത്തിന് മുകളിലായി ചികിത്സയിലാണ്. ഒപ്പമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും മുടങ്ങുന്ന സാഹചര്യത്തെ പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ പരാതിയുമായി പോവുകയാണ്. നിയമസഹായം മാത്രമാണ് അവരുടെ മുമ്പിലുള്ള ഏക പോംവഴി എന്നുള്ളത്. ഇതിൽ സർക്കാർ വൃത്തങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് എത്തരത്തിലാണ്? ഏതെങ്കിലും വിധേനയുള്ള സഹായം ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ മുന്നിലേക്കുണ്ടോ? എന്താണ് അജിത്ത് മനസ്സിലാക്കാനാവുന്നത്? സംഗീത, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു കുഞ്ഞിൻ്റെ കൈ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തല്ല ബാക്കി ഒരു കാര്യങ്ങളും എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും അടിസ്ഥാനപരമായ മാനുഷിക മൂല്യം. അതുതന്നെയാണ് ഏറ്റവും നമ്മൾ കാണേണ്ടതും. ഈ കുടുംബം പറയുന്ന വാക്കുകൾ അത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മനസ്സാക്ഷിയോടുള്ള ചോദ്യം കൂടിയാണ്. 1 മാസമായിട്ട് ആ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് അവർ പറയുന്നു. മാത്രമല്ല, ഈ ഡോക്ടർമാർക്കെതിരെയുള്ള നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതീക്ഷിച്ചതുപോലുള്ള നിലപാടുണ്ടായിട്ടില്ല എന്നുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കൂടി പറയുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. തങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടില്ല എന്നും കുടുംബം പറയുന്നു. ഇതിൽ ഏറ്റവും എടുത്തു കാണേണ്ടത്, നേരത്തെ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ പ്രോട്ടോകോൾ ലംഘനമുണ്ട് എന്നുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിന് പിന്നാലെ സംഘടനകൾ, പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ സംഘടന ഉൾപ്പെടെ സമരവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉൾപ്പെടെ നമ്മൾ കണ്ടു. പിന്നീട് ഇക്കാര്യത്തിൽ സമരപ്രഖ്യാപനം ഉൾപ്പെടെ ഉണ്ടായി. പിന്നീട് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നടന്നു എന്ന് ഈ ഡോക്ടർമാരുടെ സംഘടന തന്നെ പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു എന്നുൾപ്പെടെ അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ നീതിപൂർവമായ ഒരു പരിഗണന ഉണ്ടായിട്ടില്ല എന്നുള്ള ചോദ്യം ഈ കുടുംബം ഉന്നയിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ പോലീസിൽ പരാതി നൽകി നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് കുടുംബം അറിയിച്ചിട്ടുള്ളത്. തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ കഴിയുമോ എന്ന ചോദ്യം, അത് കേരളത്തിൻ്റെ മനസ്സാക്ഷിയോട് മുമ്പിലുള്ള ചോദ്യം കൂടിയായി നിലനിൽക്കുകയാണ്. സംഗീത. ശരി. പാലക്കാട് നിന്ന് അജിത് ബാബുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.